ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു കിടിലൻ ടേസ്റ്റ് ഉള്ള ഒരു കൂന്തൽ റോസ്റ്റ് ചെയ്ത് നോക്കിയാൽ. പാകത്തിന് എരിവും പുളിയും അതുപോലെ തന്നെ ഭയങ്കര ഫ്ലേവർ ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ഈ ഒരു സ്റ്റൈലിൽ കൂന്തൽ റോസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ ഇതാ ആദ്യം തന്നെ ഞാനിപ്പോ കൂന്തൽ എടുത്തിട്ടുണ്ട്, കണവ എന്നെല്ലാം പറയും. അപ്പൊ ഇത് ഇതേപോലെ റൗണ്ട് ആക്കി കട്ട് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം. ഈ ഒരു കൂന്തൽ റോസ്റ്റ് ഭയങ്കര സ്പൈസി ആയിപ്പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മിനിമം സ്പൈസിനെസ് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതൊരു മാരിനേഷന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം കൈവച്ച് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കും. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു അടികട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഈ കൂന്തൽ വെന്ത് വരാൻ കുറച്ചൊരു ടൈം എടുക്കും, പക്ഷെ ഇതിൽ തന്നെ ഈ കൂന്തലിൽ തന്നെ കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട. ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂന്തൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇത് നല്ലോണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോ ഇനി ഈ ഒരു സെയിം പാനിൽ തന്നെ വെച്ചിട്ടാണ് ബാക്കിയുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം പാനിൽ തന്നെ ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തെടുത്താൽ മതി. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഞാനിതിപ്പം നീളത്തിൽ നൈസാക്കി കട്ട് ചെയ്ത് സവോള എടുത്തിട്ടുണ്ട്. ഇതൊരു 2 മീഡിയം സൈസിലുള്ള സവോളയാണ്. ഞാനിപ്പോൾ 1 കിലോ കൂന്തൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്. കൂന്തൽ കുറച്ചും ഒരുപാട് സവോള ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു 1 കിലോ കൂന്തലെല്ലാണെങ്കിൽ ഒരു 2-3 സവോള എടുത്ത് ചെയ്യാം. ഇതൊരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി കുറച്ചൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഒരു മീഡിയം സൈസുള്ള തക്കാളി ഞാൻ ഇതേപോലെ നൈസാക്കി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴന്ന് വന്ന് ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഞാനിപ്പോൾ 2 വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് ഈ ഗ്രേവിൻ്റെ ചെറിയൊരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം. ഇനി ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ മസാല പൗഡേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ള 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടത് കൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പണിയൊന്നും ഇല്ലടോ, ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ മല്ലിയില, ഇതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെ ഒക്കെയും അടിപൊളി കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയി കഴിഞ്ഞാലും ഇടിയപ്പം, വെള്ളാപ്പം, എല്ലാത്തിൻ്റെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്, കിടിലൻ ടേസ്റ്റാണ് ഇതിൻ്റെ. ഇതേ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് തന്നെ നമുക്ക് ചെമ്മീൻ വെച്ചിട്ടും ഇതേ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കാം. അതേപോലെ
അതുപോലെ തന്നെ ഞണ്ടൊക്കെ ഇല്ലേ, ഞണ്ടും ഇതേ ഒരു റെസിപ്പി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ സ്പൈസിയും അല്ല, എന്നാൽ ഒട്ടും സ്പൈസിനെസ് കുറവും അല്ല, ആ ഒരു രീതിയിലാണ് ഈ ഒരു കൂന്തൽ റോസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഒരുപോലെ സെറ്റ് ആവുന്ന ഒരു ടൈപ്പ് കൂന്തൽ റോസ്റ്റ് ആണിത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്സ് കമന്റ്സിലൂടെ എഴുതി അറിയിക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ റെസിപ്പീസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.